ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സദ്യയിലൊക്കെ കഴിക്കുന്ന രസത്തേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു രസം മാത്രം മതി, വേറെ കറി ഒന്നും വേണ്ട. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി രസമാണ്. അപ്പോൾ നിങ്ങൾ ഓണത്തിന് സദ്യ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഈ രസം ഒന്ന് തയ്യാറാക്കി നോക്ക് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞൊരു ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. അപ്പോൾ നമ്മൾ രസം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 8 ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ നമ്മളെ ചെറിയ ജീരകം, സാദാ ജീരകം എന്നൊക്കെ പറയില്ലേ, ഈ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കുഞ്ഞ് കഷ്ണം ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ കഷ്ണം മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഇത്രയും മതി. ഈ സംഭവങ്ങളെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളത് ചതയ്ക്കുന്ന സംഭവത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകവും അതുപോലെ തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ നമ്മളെ കുരുമുളക് ഉണ്ടല്ലോ, കുരുമുളക് ഉണ്ടെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് കുരുമുളക് പൊടി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. കുരുമുളകാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്താൽ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാതും ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റായിട്ട് പോവണ്ട, കുറച്ചൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഇതിൽ തന്നെ ഇട്ട് ചതയ്ക്കുകയാണ്. അപ്പോൾ കൂടുതൽ തയ്യാറാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം ചതച്ചെടുക്കാം. അങ്ങനത്തെ നമ്മളിതിവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചതച്ച് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, ഒരുപാട് അരഞ്ഞ് പേസ്റ്റായിട്ടൊന്നുമില്ല, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു പാനൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിത്തെറിച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മളെ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവയും കൂടി ഇട്ടിട്ട് ഉലുവയും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കടുകും ഉലുവയും പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ഉണക്കമുളക് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട. 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൊണ്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള നമ്മളെ സംഭവം ഉണ്ടല്ലോ, ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, ജീരകമൊക്കെ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ നമുക്ക് നന്നായിട്ട് മൂപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാനിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് അളവിലാണ് തയ്യാറാക്കുന്നത്. കൂടുതൽ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ കൂട്ടിയെടുക്കണം കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. പൊടികളെല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു പീസ് പുളി എടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞ് ചേർക്കുകയാണ്. പിന്നെ നമ്മൾ നോർമൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാലാണ് കറക്റ്റ് ആ ഒരു രസത്തിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴാണ് കറക്റ്റ് ആ മല്ലിയിലയുടെ മണക്കൊന്ന് ഈ ഒരു രസത്തിലേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനത്തെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രസം മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്, വേറെ കറി ഒന്നും വേണ്ട. ഈ ഒരു രസം കൊണ്ട് തന്നെ നമുക്കൊരു പറ ചോറുണ്ണാൻ പറ്റും. അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ് കേട്ടോ. സ്മെല്ലടിച്ചാൽ തന്നെ നമുക്ക് ചോറുണ്ണാൻ തോന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഫീഡ്ബാക്സ് കമൻറ്റിലൂടെ അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്